ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ചെയ്തേക്കുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കതിനകത്ത് ക്രാങ്ക് മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തത്. ബാക്കിയത്തെ പാർട്സുകൾ നമ്മൾ റീപ്ലേസ് ചെയ്തേക്കാണ്. അതായത് ക്രാങ്ക് സെറ്റ് ചെയ്ത് കറക്റ്റ് വാറണ്ടിയിൽ 1 ഇയർ വാറണ്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ സിലിണ്ടർ, അതിൻ്റെ പിസ്റ്റൺ, റിങ്സ്, ഈ ഐറ്റംസ് നമ്മൾ മാറ്റിയിട്ടാണ്. അതേപോലെ തന്നെ എഞ്ചിനകത്ത് തന്നെ ക്ലച്ച് ഡിസ്ക്കും അതിൻ്റെ പ്ലേറ്റും ആണത്. ആ പ്ലേറ്റ് യൂണിറ്റും ക്ലച്ച് ഡിസ്ക്കും കൂടി നമുക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ക്രാങ്കിൻ്റെ സൈഡിൽ വന്ന നീഡിൽ ബെയറിംഗ് ആണ്. നീഡിൽ ബെയറിംഗ് മാറ്റി യൂസ് ചെയ്താണ്. ഗിയർ ബോക്സിൽ വന്നേക്കുന്ന ബെയറിങ്ങുകളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ആണ് ഈ വന്നത്. പിന്നെ ഹെഡിൻ്റെ വാൽവും അതിൻ്റെ ഗൈഡും മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വാൽവ് നമുക്ക് അത്യാവശ്യം പഴക്കമുള്ളതാണ്. അപ്പോൾ വാൽവ് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഗൈഡും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാം ചെയിന് അതിനോടനുബന്ധിച്ച് അതിൻ്റെ വീല്, ക്യാം ചെയിൻ്റെ പാഡ്, ഐറ്റംസ്, പിന്നെ പ്ലഗ് മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ കേബിൾ ഔട്ടർ ചെറുതായിട്ട് വലിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ആ 2 ഐറ്റം കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കറക്റ്റായിട്ട് നോക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു 1 ഇയർ വാറണ്ടി ഉള്ളുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഒരു മാസം കംപ്ലീറ്റ് ആവും. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കൊണ്ട് പറയണേ. നമ്മുടെ വണ്ടിയുടെ മീറ്റർ ഓൾറെഡി കംപ്ലൈൻ്റ് ആവും. ഒന്നാമത് ഇതിൻ്റെ മെക്കാനിസം ഓഡോമീറ്റർ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേബിൾ റെഡി ആക്കിയാലും നമുക്കത് ഉപയോഗിക്കാൻ കിട്ടില്ല. തന്നെയല്ല, നമുക്ക് ആ മോഡൽ ഐറ്റം, ഇപ്പോൾ ഈ മോഡൽ വണ്ടി ഗ്ലാമർ പഴയ മോഡലിൻ്റെ മീറ്റർ സെറ്റ് ഓൾറെഡി വന്നില്ല. പിന്നെ പുറമെ നമുക്ക് കുറഞ്ഞൊരു കമ്പനിയുടെ വന്നെ അത് ഫുൾ സെറ്റായിട്ട് വരുള്ളൂ. ഏകദേശം ഒരു 1800 നമുക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട്. ശരിക്കും നമുക്കത് മീറ്ററിൻ്റെ ദിവസം എടുത്ത് പറഞ്ഞതിൻ്റെ ദിവസം എന്ന് വെച്ചാൽ വണ്ടികളുടെ എല്ലാ മെയിൻ്റനൻസും വന്നത് കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ നമുക്ക് ഓയിൽ ചേഞ്ചും ഫിൽറ്റർ ക്ലീനിങ്ങും ഒക്കെ ചെയ്യേണ്ടി വരാം. അപ്പോൾ ഓൾറെഡി നമുക്ക് മീറ്റർ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് ഒരു മാസം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഓയിൽ മാറണം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഈ ഭാഗമാണ്, നമുക്ക് അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഓയിൽ ഫിൽറ്റർ വിത്ത് സ്ക്രീൻ ഫിൽറ്ററൊക്കെ വന്നത് ഈ സൈഡിലാണ്. അപ്പോൾ അത് അഴിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മാസം കഴിഞ്ഞ് നമുക്ക് കൊണ്ടുവരാൻ പറയുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമുക്ക് ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ചെറുതായിട്ട് വാൽവടിക്കുന്നൊരു സൗണ്ട് ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ നമുക്ക് ബേജാറാവണ്ട, കാരണം അത് ആ കൂട്ടത്തിൽക്കൂടെ നമ്മളത് ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ ഒരു ദിവസം കാലത്ത് വണ്ടി കൊണ്ടുവന്ന് വയ്ക്കുക, വൈകുന്നേരത്തേക്ക് നമുക്ക് വണ്ടി എടുക്കാം, ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്ത് വണ്ടി എടുക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ശരിക്കും 3000 കിലോമീറ്റർ ബേസിൽ നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ വരാം. അത് നിർബന്ധമായിട്ടും കറക്റ്റായിട്ട് ചെയ്യുക, അതിൻ്റെ സർവീസ് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. എന്നാലാണ് നമുക്ക് ഓൾറെഡി വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വരില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസ് ഹിസ്റ്ററി കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും. ആ സമയത്ത് നമ്മുടെ വണ്ടി സർവീസ് യഥാർത്ഥ സമയങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അത് നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. കാരണം എന്നാലാണ് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ നമുക്കത് പറഞ്ഞ് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയത്തെ കേസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് ഇപ്പോൾ എഞ്ചിൻ സംബന്ധമായിട്ട് ഫുള്ളായിട്ടുള്ള വർക്കുകൾ ചെയ്തില്ലെങ്കിൽ പോലും ഓയിൽ ചേഞ്ച് കറക്റ്റായിട്ട് ചെയ്യണം. ഈ എയർ ഫിൽറ്റർ, പ്ലഗ്, കാർബറേറ്റർ ക്ലീനിങ്, ഇത് 10000 കിലോമീറ്റർ. എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിക്കളയാൻ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ 10000 കിലോമീറ്ററിൽ ചെയ്യണം. അല്ലെങ്കിൽ 1 ഇയർ. വേറെ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് എന്തെങ്കിലും വല്ല ഓയിൽ ലീക്കേജോ, കാരണം നമ്മൾ വണ്ടി എഞ്ചിൻ അഴിച്ചാനാണ്, വല്ല ഓയിലിൻ്റെ ലീക്കേജോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളാം. വേറെ ഇതൊന്നുമില്ല. പിന്നെ 1 വർഷം നമ്മൾ എന്തെങ്കിലും വാറണ്ടി ഉണ്ട് അതിനകത്ത് കേട്ടോ. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ഈ പറഞ്ഞ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. സർവീസ് ഹിസ്റ്ററി നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിവിടെ വന്ന് ചെയ്യണം, എന്നാലാണ് നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി ഇവിടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കയറുള്ളൂ കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബില്ല് ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്കൊന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ.